4 വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കായിക ലോകം വീണ്ടും കാൽപന്തിന്റെ ആരവത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കുകയാണ്. കാനഡ, മെക്സിക്കോ, അമേരിക്ക എന്നീ 3 രാജ്യങ്ങളാണ് ഇത്തവണ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. 3 രാജ്യങ്ങളിലായി നടക്കുന്ന ആദ്യ ടൂർണമെന്റ് കൂടിയായിരിക്കും 2026 ലോകകപ്പ്. പക്ഷേ അതുമാത്രമല്ല ഇത്തവണത്തെ ടൂർണമെന്റിനെ ദ മോസ്റ്റ് സ്പെഷ്യൽ ടൂർണമെന്റ് ആക്കി മാറ്റുന്ന കാര്യം. ഒരു കൂട്ടം ലെജൻഡ്സ് അവസാനമായി ബൂട്ടണിയുന്ന വേൾഡ് കപ്പിനാണ് ലോകം ഇനിയുള്ള ദിവസങ്ങളിൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒരു യുഗത്തിന്റെ അന്ത്യത്തിന്. എണ്ണം പറഞ്ഞ നിരവധി കളിക്കാരുടെ അവസാന ലോകകപ്പ് മത്സരം. ലോക കിരീടമെന്ന പലരുടെയും സ്വപ്നം പൂവണിയിക്കാനുള്ള അവരുടെ അവസാനത്തെ അവസരം. ആ കൂട്ടത്തിൽ അയാളുമുണ്ട്, ഒരു 5 അടി 7 ഇഞ്ച് ഉയരക്കാരൻ. 2022 ഒരു വലിയ കൂട്ടം മനുഷ്യരുടെ കാലങ്ങളായുള്ള കാത്തിരിപ്പിന് അർത്ഥമുണ്ടാക്കി നൽകിയ ആൾ ലിയോണൽ ആൻഡ്രേസ് മെസ്സി. ഒരിക്കൽ കൂടി മെസ്സിയും സംഘവും ആരാധകർക്കായി അർജന്റീനയിലേക്ക് ലോകകപ്പ് കൊണ്ടുവരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോഴും ഇനിയൊരു ലോകകപ്പിൽ കൂടി തങ്ങളുടെ ഇതിഹാസം കളിക്കാൻ ഇറങ്ങില്ല എന്ന വേദന ഓരോ മെസ്സി ആരാധകന്റെയും നെഞ്ചിലുണ്ടാവുമെന്നുറപ്പ്. 2006 മുതൽ 5 ലോകകപ്പുകളിൽ കളിച്ചിട്ടുള്ള മെസ്സിയുടെ 6ാമത്തെ ടൂർണമെന്റ് ആയിരിക്കും മിഷിഹായുടെ ദ ലാസ്റ്റ് ഡാൻസ്. മെസ്സി ആരാധകർ മാത്രമല്ല, ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകർക്കും ഈ ലോകകപ്പ് നിർണായകമാണ്. 41-കാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഇത് പോർച്ചുഗലിനായി കപ്പ് നേടിക്കൊടുക്കാനുള്ള അവസാന അവസരം കൂടിയാണ്. റൊണാൾഡോയും ബൂട്ട് കെട്ടുന്നത് തന്റെ 6ാമത്തെ ലോകകപ്പിന് വേണ്ടി തന്നെ. 2022 കണ്ണീരോടെ കളം വിട്ട റൊണാൾഡോയുടെ ദൃശ്യം കാൽപന്തിനെ സ്നേഹിക്കുന്നവരാരും മറക്കാനിടയില്ല. എല്ലാ നേട്ടങ്ങളും കൈപ്പിടിയിൽ ഒതുക്കാനാവുമ്പോഴും സ്വന്തം രാജ്യത്തെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുക എന്ന ബാക്കിയായ സ്വപ്നം കൂടി റൊണാൾഡോയ്ക്ക് ഇത്തവണ പൂർത്തിയാക്കിയേ തീരും. അതിനുമുപരിയായി ആ സ്വർണ്ണക്കപ്പ് റൊണാൾഡോയെ അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോർച്ചുഗലിനും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും റൊണാൾഡോ ആരാധകർക്കും 2026 ലോകകപ്പ് നെഞ്ചെടുപ്പിന്റെ കൂടി ടൂർണമെന്റ് കാലമായിരിക്കും. നിർഭാഗ്യങ്ങൾ വിടാതെ പിന്തുടർന്ന, ഒരിക്കലും രാജാവാകാൻ കഴിയാതെ പോയ കാൽപന്തിലെ രാജകുമാരൻ നെയ്മറിനും ഇത് കരിയറിലെ നിർണായക ലോകകപ്പാണ്. പെലെയ്ക്കും റൊണാൾഡീനിയോയ്ക്കുമെല്ലാം പകരക്കാരനായി ബ്രസീൽ ഫുട്ബോളിനെ നെയ്മർ തന്റെ ചുമലിലേറ്റുമെന്ന് ഫുട്ബോൾ ലോകം പ്രതീക്ഷിച്ച, അതിനായി കാത്തിരുന്ന കാലമുണ്ടായിരുന്നു. കാനറികളുടെ ഇതിഹാസ തുല്യമായ ആ ലെഗസി നെയ്മറിന്റെ കാലുകളിൽ ഭദ്രമെന്ന് പ്രതീക്ഷിച്ച കാലം. പക്ഷേ വിധി അയാൾക്കായി കരുതി വെച്ചത് മറ്റു ചിലതാണ്. ഗോളടി തുടർന്നപ്പോഴും നിരന്തരമുണ്ടാകുന്ന പരിക്കുകളും ഫിറ്റ്നസ് പ്രശ്നങ്ങളും അയാളുടെ കരിയറിനെ സാരമായി ബാധിച്ചു. 2014 ലോകകപ്പ് സെമിഫൈനലിൽ കൊളംബിയൻ ഡിഫൻഡറായ ജുവാൻ കമലോ സുനിഗയുടെ ഭാഗത്തു നിന്നുണ്ടായ ആ ഫൗൾ നെയ്മറിന്റെയും ബ്രസീൽ ടീമിന്റെയും തലവര ഒരുപോലെ മാറ്റിയെഴുതി. ഫുട്ബോളിൽ നിന്ന് ദീർഘമായ ഒരു ഇടവേള എടുക്കാൻ നെയ്മർ നിർബന്ധിതനായി. തിരിച്ചുവരവിൽ തന്റെ ഫോം വീണ്ടെടുക്കാൻ നെയ്മർക്ക് സാധിച്ചതേയില്ല. ഒടുവിൽ 2026 ലോകകപ്പ് ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ താനുമുണ്ട് എന്ന് കേട്ടപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നെയ്മർ ബ്രസീലിനോട് നന്ദി പറഞ്ഞു. രാജകുമാരനെ ഒരിക്കലെങ്കിലും രാജാവായി കാണാൻ കഴിയുമെന്ന പ്രതീക്ഷ കണ്ണിൽ നിറച്ച് അയാളുടെ ആരാധകരും ഒപ്പം കരഞ്ഞിട്ടുണ്ടാകും. നെയ്മറും ഒരു ലോകകപ്പിനായി അവസാനമായി ബൂട്ട് കെട്ടുകയാണ്. ആൾക്കൂട്ടമോ ആരവങ്ങളോ മാത്രമല്ലല്ലോ ഇതിഹാസങ്ങളെ തീരുമാനിക്കുന്നത്. അതിനുമപ്പുറത്ത് ചിലർ ചരിത്രം എഴുതും. അവർ നിശബ്ദരായിരിക്കും. അവകാശവാദങ്ങളൊന്നും മുഴക്കിയെന്നു വരില്ല. ചുറ്റും ആരെയും അമ്പരപ്പിക്കുന്ന ആരാധക വൃന്ദവും ഉണ്ടാവില്ല. പക്ഷെ തങ്ങൾ ആരാണെന്ന് പ്രവൃത്തി കൊണ്ട് ലോകത്തോട് അവർ വിളിച്ചു പറയും. ലൂക്ക മോഡ്രിച്ച് അങ്ങനെ ഒരു ഇതിഹാസമാണ്. റയൽ മാഡ്രിഡ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച മധ്യനിര താരങ്ങളിലൊരാൾ. തന്റെ 20ാം വയസ്സിൽ ലോകകപ്പ് അരങ്ങേറ്റം കുറിച്ച മോഡ്രിച്ചിന് ഇപ്പോൾ 40 വയസ്സാണ് പ്രായം. വരാനിരിക്കുന്നത് മോഡ്രിച്ചിന്റെ 5ാമത്തെ വേൾഡ് കപ്പ്. 2010 ക്രൊയേഷ്യ യോഗ്യത നേടിയിരുന്നെങ്കിൽ ഇത് മോഡ്രിച്ചിനും 6ാമത്തെ ലോകകപ്പ് ആകുമായിരുന്നു. നിശബ്ദനായെത്തി നിശബ്ദനായി മടങ്ങുന്ന ഈ ക്രൊയേഷ്യൻ നായകനും ഇത്തവണ ഇറങ്ങുന്നത് തന്റെ ഒടുവിലത്തെ പോരാട്ടത്തിനാണ്. 2018 ലോകകപ്പിൽ അവസാന നിമിഷം കൈവിട്ടു പോയ ആ സ്വർണ്ണക്കപ്പ് തിരികെ പിടിക്കാനുള്ള അയാളുടെ തയ്യാറെടുപ്പുകളും കഴിഞ്ഞിട്ടുണ്ടാകും. തന്റെ കരിയറിലെ 4ാമത്തെ ലോകകപ്പിന് ഒരുങ്ങുന്ന സൺ ഹ്യൂങ് മിന്നിനും ഇത് അവസാനത്തെ ലോകകപ്പായിരിക്കും. സൗത്ത് കൊറിയയിൽ ജനപ്രീതിയുടെ കാര്യത്തിൽ K-pop താരങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ അതിനും മുകളിൽ ഒരാളുണ്ടെങ്കിൽ അത് ഫുട്ബോളർ സണ്ണാണ്. ദക്ഷിണ കൊറിയയ്ക്കായി ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ച അവരുടെ ഏറ്റവും വലിയ 2ാമത്തെ ഗോൾ വേട്ടക്കാരൻ, ആരാധകരുടെ പ്രിയപ്പെട്ട സൺ. തന്റെ രാജ്യത്തിനായി ലോകകപ്പ് നേടാൻ സണ്ണും റെഡിയായി കഴിഞ്ഞിട്ടില്ല. ഈജിപ്തിന്റെ മുഹമ്മദ് സലാം, സെനഗലിന്റെ സാഡിയോ മാനെ, നെതർലാൻഡ്സിന്റെ വെർജിൽ വാൽഡെക് എന്നീ നായകന്മാരും അർജന്റീനയുടെ നിക്കോളാസ് ഒറ്റാമെന്റി, ജർമ്മനിയുടെ മാനുവൽ നോവർ, ഫ്രാൻസിന്റെ എൻഗോളോ കാൻഡെ, മെക്സിക്കോയുടെ ഗിലർമോ ഒച്ചോവ, ബ്രസീലിന്റെ കാസമിറോ, ക്രൊയേഷ്യയുടെ ഇവാൻ പെരിഷിച്ച് എന്നീ കളിക്കാരടക്കം നിരവധി പ്രമുഖർ അവസാനമായി ബൂട്ടണിയുന്നത് ഈ ലോകകപ്പിലായിരിക്കും. ഏതായാലും കളിക്കളം കാൽപന്തിന്റെ ആവേശം കൊണ്ട് നിറയാൻ ഇനി അധികം ദിവസങ്ങളില്ല. അവസാന അംഗത്തിനിറങ്ങുന്നവർ ആരാധകർക്കായി എന്തൊക്കെ കാത്തുവച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്.
ആരുടെയൊക്കെ ചിരിയും ആരുടെയൊക്കെ കണ്ണീരുമാകും വടക്കേ അമേരിക്കയിൽ ദൃശ്യമാവുക? ജയിച്ചു പടിയിറങ്ങാൻ ഭാഗ്യമുണ്ടാവുക ആർക്കാവും? അതെന്തായാലും തങ്ങളുടെ മാന്ത്രിക ബൂട്ടുകൾ അഴിച്ചുവെക്കുന്ന ഇവർ ഓരോരുത്തരോടും ഫുട്ബോൾ ലോകത്തിന് ഒരേ സ്വരത്തിൽ പറയാനുള്ളത് ഇത് മാത്രമാണ്: നന്ദി. കാലുകൾ കൊണ്ട് മായാജാലം കാട്ടി ഞങ്ങളെ സന്തോഷിപ്പിച്ചതിന്, ത്രസിപ്പിച്ചതിന്, വികാരഭരിതരാക്കിയതിന്, നിങ്ങളുടെ എല്ലാ നേട്ടങ്ങളും നഷ്ടങ്ങളും ഞങ്ങളുടേതു കൂടിയാണ് എന്ന് തോന്നിപ്പിച്ചതിന് നന്ദി. ജനിച്ചതിന്